അവധി ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് നിന്ന് ഇന്നെന്താ സ്പെഷ്യൽ എടുക്കാമെന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ട് നിന്ന സമയത്താണ് ദീ കിടക്കുന്നു മുറ്റത്ത് 2 മൈന, അതെ 2 ചിരട്ടയാണ് കിടക്കുന്നത്. എന്നാൽ പിന്നെ രാവിലെ ചിരട്ടപ്പുട്ട് തന്നെ ആക്കി കളയാന്ന്. അങ്ങനെ ഞാൻ 2 ചിരട്ട എടുത്ത് ക്ലീൻ ചെയ്ത് മൂട്ടിലൊരു തുളയിട്ട് നമ്മളെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. ആദ്യം കുറച്ച് തിരികെ തേങ്ങയിട്ട് പിന്നെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മാവും കൂടി ഇട്ട് നിറച്ച് തിരികെ അടിച്ച് സെറ്റാക്കി പരത്തിയെടുത്തു. പിന്നെ നമ്മളുടെ കുക്കറിൻ്റെ മുകളിൽ കുത്തിരിവി അങ്ങ് വെച്ചു. പിന്നെ നമുക്ക് അടപ്പ് വേണ്ടേ, ബാക്കിയുള്ള തേങ്ങയുടെ മൂടി എടുത്ത് അടച്ചങ്ങ് വെച്ചു. ഇനി വെയിറ്റിംഗ് പീരീഡാണേ. വന്നിട്ടുണ്ട് ആവി വന്നിട്ടുണ്ട്. നമ്മളിപ്പം പുട്ടൊക്കെ റെഡിയായി, ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണേ. ഹൈ, എന്താ ഇതിന് കൂടി പോരാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നല്ലോ. എന്നോട് ബലം പിടിക്കുകയാണല്ലോ. എന്നിട്ട് ഊരി വാ സാധനമേ. ഊരി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി, സൂപ്പറായി, നല്ല മണമൊക്കെ വന്നിരിപ്പുണ്ട്. എന്താ മണം. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അതാണ് അടുത്ത ടാസ്ക്. പിന്നെ മണ്ണപ്പം ചുട്ട് കളിച്ച് വളർന്ന നമ്മൾ നൈസ് കിഡ്സിന് ഇതൊക്കെ നിസ്സാരം അല്ല. പിന്നെ അപ്പം നല്ല ആവി പറക്കുന്ന പുട്ടും 2 പഴവും കുറച്ച് പഞ്ചാരയും കുറച്ച് ചായയൊക്കെ ആയിട്ട് ഒരു പിടി പിടിച്ചിട്ട് വരാം. അപ്പോൾ കെട്ടിയവൻ്റെ ഉണ്ണിവയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുട്ടും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും പരിഗണിച്ചേക്കണേ.